കേരള നവോത്ഥാന നായകർ. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന പ്രക്രിയയ്ക്കു നേതൃത്വം നൽകിയ പ്രമുഖരാണ് കേരളത്തിലെ നവോത്ഥാന നായകർ. ശങ്കരാചാര്യർ. ജീവിതകാലഘട്ടം AD 788 മുതൽ 820 വരെ. അദ്വൈത ദർശനത്തിൻ്റെ പ്രതിഷ്ഠാപകൻ. വേദാന്തി. ഭാരതീയ ചിന്തയെ നവീകരിച്ച കേരളീയനാണ് ശങ്കരാചാര്യർ. ആര്യദേവിയുടെയും ശിവഗുരുവിൻ്റെയും മകനായി കാലടിയിൽ ജനിച്ചു. 32-ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യർ സമാധിയായി. ആധുനിക ചിന്തയ്ക്കും സാമൂഹിക ജീവിതത്തിനും സ്വീകാര്യമായ ദർശനം എന്ന നിലയിൽ അദ്വൈത സങ്കല്പത്തെ പുതുക്കി അവതരിപ്പിക്കുകയാണ് ശങ്കരൻ ചെയ്തത്. ബുദ്ധ ജൈന ദ്രാവിഡാചാരങ്ങളെ സനാതന മതത്തിൽ സമന്വയിപ്പിച്ചു. നിരന്തരമായ സംവാദങ്ങളിലൂടെയാണ് ഹിന്ദുമത സമന്വയം ശങ്കരാചാര്യർ സാധിച്ചെടുത്തത്. അദ്വൈത ദർശനത്തിലൂടെ എല്ലാ വിചാര വിപ്ലവങ്ങളെയും സ്വാംശീകരിക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മഹോദയപുരത്തെ രാജാവായിരുന്ന രാജശേഖരവർമ്മൻ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ക്ഷേത്രപ്രതിഷ്ഠകൾക്ക് അദ്ദേഹം സഹായം നൽകിയെന്ന് ഐതിഹ്യം. ഉത്തരേന്ത്യയിലെമ്പാടും നടത്തിയ ദിഗ്വിജയങ്ങൾക്കും മണ്ഡന മിശ്രനും ഭാര്യയുമായുള്ള സംവാദത്തിനും ശേഷം ശങ്കരൻ സർവജ്ഞപീഠം കയറിയതായും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ജ്ഞാനപ്രവാഹങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ഇംഗ്ലീഷ് വിവർത്തകനായ ചാൾസ് ജോൺസൺ ആചാര്യനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബ്രഹ്മസൂത്രം, ദശോപനിഷത്തുകൾ, ഭഗവദ്ഗീത എന്നിവയ്ക്ക് എഴുതിയ ഭാഷ്യങ്ങൾ പ്രധാനം. വിവേകചൂഡാമണി, അദ്വൈത പഞ്ചകം, സർവവേദാന്ത സാര സംഗ്രഹം എന്നിവ മറ്റു കൃതികൾ. ചട്ടമ്പി സ്വാമികൾ. ജീവിതകാലഘട്ടം 1853 മുതൽ 1924 വരെ. കുഞ്ഞംപിള്ള എന്നാണ് യഥാർത്ഥ നാമധേയം. പഠന സാമർഥ്യം കൊണ്ട് ചെറുപ്പകാലത്ത് തന്നെ വിദ്യാധിരാജൻ എന്നു പേരെടുത്തു. പഠനത്തിലുള്ള മികവ് കാരണം ചട്ടമ്പി സ്ഥാനം ലഭിച്ചു. ചട്ടമ്പി എന്നാൽ മോണിറ്റർ എന്നർത്ഥം. കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നു. ചരിത്രകാരൻ, ശൈവയോഗി, വേദാന്തി തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധൻ. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് ഗുരു പുലർത്തിയ ഐത്താചാരത്തെ എതിർത്തുകൊണ്ട് യാഥാസ്ഥിതികത്വത്തെ വെല്ലുവിളിച്ചു. അന്യസമുദായക്കാരായ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ചതിനാൽ സവർണ സമൂഹം സ്വാമികളെ എതിർത്തിരുന്നു. ജീവകാരുണ്യത്തിലും അയിത്ത നിർമ്മാർജ്ജനത്തിലും ചട്ടമ്പി സ്വാമി വരുത്തിയത് പ്രായോഗിക വിപ്ലവമായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ നടത്തിയ പട്ടിസദ്യ ചരിത്രപ്രസിദ്ധമാണ്. സ്ത്രീകളടക്കം എല്ലാവർക്കും വേദം പഠിക്കാമെന്നും വേദപ്രമാണങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി ചട്ടമ്പി സ്വാമികൾ സമർത്ഥിച്ചു. പുരോഹിതവർഗത്തെ മേധാവിത്വത്തെ മേധാശക്തി കൊണ്ട് തന്നെ പൊളിച്ചു എന്നതാണ് സ്വാമി ദർശനത്തിൻ്റെ ചരിത്ര പ്രസക്തി. സ്നേഹകാരുണ്യത്തിൻ്റെ താത്വിക രൂപമാണ് ജീവകാരുണ്യ നിരൂപണം എന്ന കൃതി. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ അനൗപചാരിക പ്രഭാഷണത്തിലാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സ്വാമികൾ പ്രഖ്യാപിച്ചത്. ഏറെക്കാലം അവധൂതനായി സഞ്ചരിച്ച ചട്ടമ്പി സ്വാമികൾ ആനന്ദകുമാരവേലു എന്ന സിദ്ധനിൽ നിന്ന് രഹസ്യ മന്ത്രോപദേശം സ്വീകരിച്ചതായി പറയപ്പെടുന്നു. ചട്ടമ്പി സ്വാമിയുമായി നാരായണ ഗുരു, നീലകണ്ഠ തീർത്ഥപാദർ, പരമഹംസ തീർത്ഥപാദർ എന്നിവർ നടത്തിയ സമാഗമങ്ങൾ ചരിത്രത്തിന് പുതിയ ബോധോദയം നൽകി. കുട്ടിക്കാലം മുതൽ തന്നെ തികഞ്ഞ സസ്യബുക്കായി ജീവിച്ച ചട്ടമ്പി സ്വാമികൾ അഹിംസാ സങ്കല്പത്തെ പ്രായോഗികമാക്കി. 1924 മെയ് 5 പന്മനയിൽ വെച്ച് ചട്ടമ്പി സ്വാമികൾ സമാധി അടഞ്ഞു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ഛേദനം, അദ്വൈത ചിന്താ പദ്ധതി, അപൂർവ ചികിത്സാവിധി, ശ്രീചക്ര പൂജാകൽപ്പം, പ്രാചീന മലയാളം. ശ്രീനാരായണ ഗുരു. ജീവിതകാലഘട്ടം 1855 മുതൽ 1928 വരെ. വേദാന്തി, സാമൂഹിക പരിഷ്കർത്താവ്. തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ 1855 ഓഗസ്റ്റ് 28 ജനിച്ചു. നാണു എന്നായിരുന്നു കുട്ടിക്കാലത്തെ വിളിപ്പേര്. 1888 അരുവിപ്പുറത്ത് നടത്തിയ വിഗ്രഹപ്രതിഷ്ഠ കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി പരിഗണിക്കപ്പെടുന്നു. 1888 അരുവിപ്പുറത്ത് രൂപം കൊണ്ട വാവൂട്ട് സംഘം 1903 SNDP യോഗത്തിൻ്റെ ഭാഗമായി മാറി. തൈക്കാട്ട് അയ്യ, ചട്ടമ്പി സ്വാമികൾ എന്നിവരുമായുള്ള പരിചയം നവോത്ഥാന ചിന്തകൾക്ക് ഊർജം നൽകി. ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ അധസ്ഥിത സമുദായങ്ങളെ ശുദ്ധീകരിച്ച ഗുരു പിന്നീട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനാണ് നേതൃത്വം നൽകിയത്. 1914 ആലുവയിൽ അദ്വൈത ആശ്രമവും സ്ഥാപിച്ചു.
ക്ഷേത്രപ്രവേശന സമരങ്ങളിലും വൈക്കം സത്യാഗ്രഹത്തിലും ഭൗതിക നേതൃത്വം നൽകി. 1922 മഹാകവി ടാഗോറും 1925 ഗാന്ധിജിയും നാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് ഗുരു സമാധിയായി. വർക്കലക്കുന്ന് ശിവഗിരിയായി മാറിയത് നാരായണ ഗുരുവിൻ്റെ വിശ്രമ സ്ഥലമായതോടെയാണ്. പ്രധാന കൃതികൾ: ദൈവദശകം, ആത്മോപദേശ ശതകം, സ്വാനുഭവഗീതി, അനുകമ്പാ ദശകം. തൈക്കാട് അയ്യ 1813 മുതൽ 1909 വരെ ജീവിത കാലഘട്ടം. ഇദ്ദേഹം ഹഠയോഗി എന്നറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരു എന്നിവരിൽ സ്വാധീനം ചെലുത്തി. മലബാറിലെ പാമ്പുംകാട്ടിൽ ജനനം. സുബ്ബരായർ, സുബ്രഹ്മണ്യം എന്നീ വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു. ഹഠയോഗ വിദ്യയിൽ സമർത്ഥനായിരുന്ന അയ്യാ ഗുരുവിന് രസവാദത്തിലും താൽപ്പര്യമുണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ ഭേദം കൽപ്പിക്കുന്നതിനെ അയ്യാ സ്വാമികൾ അപലപിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ജ്ഞാനപ്രചാരകൻ സഭയിലൂടെ നവോത്ഥാന മൂല്യങ്ങൾ തൈക്കാട്ട് അയ്യ പ്രചരിപ്പിച്ചു. എല്ലാ ജാതിയിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തി നടത്തിയ പന്തിഭോജനം സവർണരെ പ്രകോപിപ്പിച്ചു. തിരുവിതാംകൂർ രാജാക്കന്മാർ അയ്യാസ്വാമിയുടെ പ്രവർത്തനങ്ങളെ ആദരിച്ചിരുന്നു. സ്ത്രീകൾക്ക് തപസ് അനുവദനീയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് യോഗിനിയമ്മ, കൊല്ലത്തമ്മ തുടങ്ങിയ സന്യാസിനിമാരെ ശിഷ്യകളായി സ്വീകരിച്ചുകൊണ്ടാണ്. 1909 തൈക്കാട്ട് അയ്യാ ഗുരു സമാധി അടഞ്ഞു. പ്രധാന കൃതികൾ: ബ്രഹ്മോത്തരകാണ്ഡം, പഴനി വൈഭവം, രാമായണം പാട്ട്, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ, പാമലൈ. ബ്രഹ്മാനന്ദ ശിവയോഗി 1852 മുതൽ 1929 വരെ ജീവിത കാലഘട്ടം. ആനന്ദമതത്തിൻ്റെ ഉപജ്ഞാതാവ്. പാലക്കാട്ട് കൊല്ലങ്കോട്ട് ജനിച്ചു. ഗോവിന്ദ മേനോൻ എന്നാണ് പഴയ പേര്. പഠനകാലത്ത് തന്നെ യുക്തിവാദിയായി മാറിയ ഗോവിന്ദൻ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു. ആലത്തൂരിൽ വാനൂർ എന്ന സ്ഥലത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചു. അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അദ്വൈത ചിന്തയുടെയും വിഗ്രഹാരാധനയുടെയും കടുത്ത വിമർശകനായിരുന്നു. യുക്തിക്ക് വിരുദ്ധമായ വാദങ്ങളെ തള്ളിക്കളയുവാൻ അദ്ദേഹം ഉപദേശിച്ചു. മൃഗബലിയും അയിത്തവും പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ലെന്ന് അദ്ദേഹം പ്രാമാണികമായി സമർത്ഥിച്ചു. അഹിംസയെ പരമധർമ്മമായി സ്വീകരിച്ചു. 1910 കോഴിക്കോട്ട് നടത്തിയ പ്രഭാഷണം വാഗ്ഭടാനന്ദനെ പോലെയുള്ളവരെ ശിവയോഗിയുടെ ശിഷ്യന്മാരാക്കി തീർത്തു. അദ്ദേഹം പ്രചരിപ്പിച്ച ആശയങ്ങൾ ആനന്ദമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി മാറി. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിച്ച ശിവയോഗിയുടെ സ്ത്രീ വിദ്യാപോഷിണി എന്ന കവിത അക്കാലത്ത് ചർച്ചാ വിഷയമായി. 1929 സെപ്റ്റംബർ 9 ബ്രഹ്മാനന്ദ ശിവയോഗി സമാധി പൂകി. ആനന്ദദർശം, മോക്ഷപ്രദീപം, ആനന്ദസോപാനം, ആനന്ദവിമാനം, ശിവയോഗരഹസ്യം, സിദ്ധാനുഭൂതി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അയ്യങ്കാളി 1863 മുതൽ 1941 വരെ ജീവിത കാലഘട്ടം. ഇന്ത്യൻ ദളിത് നവോത്ഥാന നായകരിൽ പ്രധാനി. ഇന്ത്യയിലെ ദളിതരിൽ ആദ്യമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ദുർബല സമുദായങ്ങളിലെ വിമോചകനായിരുന്നു അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനനം. അവർണർക്കു സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് 1893 അയ്യങ്കാളി ബാലരാമപുരത്തു നടത്തിയ വില്ലുവണ്ടി യാത്ര വിപ്ലവമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളകൾക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് 1911 അയ്യങ്കാളി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 1915 കൊല്ലത്ത് നടന്ന പെരിനാട്ടു ലഹളയ്ക്ക് പരിഹാരമുണ്ടാക്കിയത് അയ്യങ്കാളിയാണ്. പൊതുവിദ്യാലയങ്ങളിൽ ദളിതരെ പ്രവേശിപ്പിക്കണമെന്ന് 1906 തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായി 1908 സർക്കാർ വേങ്ങാനൂരിൽ അനുവദിച്ച സ്കൂൾ ഇന്ന് അയ്യങ്കാളി സ്മാരകം കൂടിയാണ്. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചു. 1941 ജൂൺ 18 അയ്യങ്കാളി അന്തരിച്ചു. വൈകുണ്ഠസ്വാമികൾ 1809 മുതൽ 1851 വരെ ജീവിത കാലഘട്ടം. സാമൂഹിക വിപ്ലവകാരി, അയ്യാ വൈകുണ്ഠർ എന്നും അറിയപ്പെടുന്നു. നാഗർകോവിലിനടുത്ത് ശാസ്താംകോയിൽ വിളയിൽ ജനിച്ചു. ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. വിഗ്രഹാരാധന, മൃഗബലി തുടങ്ങിയ ആചാരങ്ങളിൽ അർത്ഥമില്ലെന്ന് വൈകുണ്ഠർ സിദ്ധാന്തിച്ചു. മേൽമുണ്ട് ധരിക്കൽ സമരത്തിന് നേതൃത്വം നൽകി.
ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠസ്വാമികൾക്കുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ 1851 നടത്തിയത്. കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന് തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകി. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു. ഏതു ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൂവയൽ പന്തി എന്ന പ്രസ്ഥാനം അയ്യ വൈകുണ്ഠർ സ്ഥാപിച്ചു. ഏകദൈവം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠർ അയ്യ വഴിക്കു പ്രചാരം നൽകിയത്. ശിഷ്യന്മാരായ ഷൺമുഖ വടിവേലു, തൈക്കാട്ട് അയ്യ എന്നിവർ അയ്യ വൈകുണ്ഠരുടെ ദർശനങ്ങളാണ് പ്രചരിപ്പിച്ചത്. പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട്, അരുൾനൂൽ. സദാനന്ദ സ്വാമികൾ ജീവിത കാലഘട്ടം 1877 മുതൽ 1924 വരെ. അയ്യങ്കാളിയെ സംഘടനാ രംഗത്തേക്ക് നയിച്ച സദാനന്ദ സ്വാമികൾ കീഴാളരുടെ വേദഗുരു എന്ന് വിളിക്കപ്പെട്ടിരുന്നു. താഴ്ത്തപ്പെട്ടവരുടെ ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയായിരുന്നു സ്വാമികളുടെ ലക്ഷ്യം. 1901 കൊട്ടാരക്കര സദാനന്ദപുരം കേന്ദ്രമാക്കി ശ്രീമൂലം തിരുനാളിൻ്റെ രക്ഷാധികാരത്തിൽ സ്ഥാപിക്കപ്പെട്ട അവധൂതാശ്രമമായിരുന്നു ബ്രഹ്മനിഷ്ഠാമഠം ചിൽസഭകളുടെ ആസ്ഥാനം. 1907 കൊട്ടാരക്കരയിൽ പുലപള്ളിക്കൂടം സ്ഥാപിക്കപ്പെട്ടു. ആയുർവേദ ഔഷധശാല, കൃഷിത്തോട്ടം, ഔഷധത്തോട്ടം, വായനശാലകൾ തുടങ്ങിയവ സ്വാമികൾ സ്ഥാപിച്ചു. ശ്രീലങ്ക, ബർമ്മ തുടങ്ങിയ വിദേശങ്ങളിൽ ഉൾപ്പെടെ 2000-ഓളം പ്രസംഗങ്ങൾ സദാനന്ദ സ്വാമി നടത്തുകയുണ്ടായി. തമിഴിൽ പ്രസിദ്ധീകരിച്ച സമുദായ പരിഷ്കരണ ശാസ്ത്രം, ഉപന്യാസമഞ്ജരി, സിലോൺ പ്രസംഗങ്ങൾ, ഹിന്ദു സമുദായം തുടങ്ങിയ കൃതികൾ അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. അടിസ്ഥാനവർഗത്തിലും അധികാരവർഗത്തിലും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ സദാനന്ദ സ്വാമികളെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രൂക്ഷമായി വിമർശിച്ചിരുന്നു. അയ്യങ്കാളി വെങ്ങാനൂരിൽ ആദ്യമായി ആരംഭിച്ച പുലയ സമാജത്തിന് പേരിട്ടത് സദാനന്ദ വിലാസം എന്നായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ സദാനന്ദ സ്വാമികൾ 1924 47-ാം വയസ്സിൽ സമാധിയായി. ആനന്ദതീർത്ഥൻ 1905 മുതൽ 1987 വരെ ജീവിത കാലഘട്ടം. അയിത്തത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിയ സന്യാസി വര്യൻ. ആനന്ദ ഷേണായി എന്നായിരുന്നു പേര്. തലശ്ശേരിയിൽ 1905 ജനുവരി 2-ന് ജനിച്ചു. അയിത്തത്തിനെതിരായ സമരങ്ങളിൽ ഇത്രയേറെ മർദ്ദനം ഏൽക്കേണ്ടി വന്ന മറ്റൊരാളില്ല എന്നു പറയാം. ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സ്വാമി എന്ന വിശേഷണവും അദ്ദേഹത്തിന് ലഭിച്ചു. അധസ്ഥിതരുടെ കുട്ടികൾക്ക് പുതിയ പേര് നൽകി നാമകരണ വിപ്ലവം നടത്തുകയുണ്ടായി. 1987 നവംബർ 21-ന് ജീവൻ വെടിഞ്ഞു. വാഗ്ഭടാനന്ദ ഗുരു 1884 മുതൽ 1939 വരെ ജീവിത കാലഘട്ടം. ആത്മീയ വിപ്ലവകാരി, ജ്ഞാനസംവാദങ്ങളിലൂടെ പ്രസിദ്ധി നേടി. 1884 ഏപ്രിൽ 29-ന് കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ചു. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു പേര്. 1906-ൽ കോഴിക്കോട്ട് എത്തുകയും ആത്മപ്രകാശിക എന്ന പേരിൽ ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു. മലബാറിൽ സംസ്കൃത ഭാഷയെ ജനകീയമാക്കുന്നതിൽ മുൻകൈയെടുത്തു. 1910-ൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പരിചയപ്പെട്ടത് വഴിത്തിരിവായി. 1911-ൽ കല്ലായിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു. 1914 മാർച്ചിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. മലബാറിലെ നാരായണ ഗുരു എന്ന് വാഗ്ഭടാനന്ദ ഗുരു വിശേഷിപ്പിക്കപ്പെട്ടു. സംവാദങ്ങളിൽ അസാമാന്യമായ ഭാഷാവൈഭവം പ്രകടിപ്പിച്ച കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന വിശേഷണം നൽകിയത് ശിവയോഗിയാണ്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന പ്രശസ്തമായ വരികൾ വാഗ്ഭടാനന്ദൻ്റേതാണ്. 1921-ൽ ആത്മവിദ്യാ സംഘം അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി. 1939 ഒക്ടോബർ 29-ന് അന്തരിച്ചു. പ്രധാന കൃതികളാണ് സഗുണ ബ്രഹ്മാരാധന, ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, രാമകൃഷ്ണ സംവാദം. കുറുമ്പൻ ദൈവത്താൻ 1880 മുതൽ 1927 വരെ ജീവിത കാലഘട്ടം. ദളിത് വിപ്ലവ നേതാവ്, പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ. ആറന്മുളയിൽ ജനിച്ചു. നടുവത്തമ്മൻ എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര്. ജന്മിത്തത്തിനെതിരെ അദ്ദേഹം വിപ്ലവം തുടങ്ങിയത് ചുവരെഴുത്തുകളിലൂടെയായിരുന്നു. അയ്യങ്കാളിയുടെ പ്രധാന സഹായിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1915-ൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി 10 വർഷത്തോളം സഭാ മെമ്പറായിരുന്ന ദൈവത്താൻ ദളിത് വിദ്യാർത്ഥികൾക്കുള്ള ലംസംഗ്രാന്റ് സമ്പ്രദായം, ദളിത് കോളനി തുടങ്ങിയ ആശയങ്ങൾ അവതരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തു.
കുറുമ്പൻ ദൈവത്താൻ 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചു. 1927 ഏപ്രിൽ 15 ദൈവത്താൻ അന്തരിച്ചു. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ 1885 മുതൽ 1938 വരെ ജീവിത കാലഘട്ടം. കവി, സാമൂഹിക പരിഷ്കർത്താവ്, ധീവര സമുദായ നേതാവ്. 1885 മെയ് 24 എറണാകുളത്ത് ജനിച്ചു. 14-ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി. ജാതീയ അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു സാഹിത്യരചനയിലും സാമുദായിക പ്രവർത്തനങ്ങളിലും കറുപ്പൻ ഏർപ്പെട്ടത്. 1907 രൂപം കൊടുത്ത അറയ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. 1924 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ.പി. കറുപ്പന്റെ നേതൃത്വത്തിൽ 1913 ഏപ്രിൽ 21 നടന്ന കായൽ സമ്മേളനത്തിൽ വെച്ചാണ് കൊച്ചി പുലയ മഹാജനസഭ രൂപീകരിക്കപ്പെട്ടത്. കൊച്ചി മഹാരാജാവ് കവി തിലക ബിരുദവും കേരളവർമ്മ വലിയ കോയ തമ്പുരാൻ വിദ്വാൻ സ്ഥാനവും നൽകി കറുപ്പനെ ആദരിച്ചിട്ടുണ്ട്. കറുപ്പൻ 1938 മാർച്ച് 23 അന്തരിച്ചു. പ്രധാന കൃതികൾ: ജാതിക്കുമ്മി, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ലക്ഷാമർദ്ദനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, എഡ്വേർഡ് വിജയം നാടകം, കൈരളി കൗതുകം. ശ്രീകുമാര ഗുരുദേവൻ 1879 മുതൽ 1939 വരെ ജീവിത കാലഘട്ടം. തിരുവല്ലയിൽ 1879 ഫെബ്രുവരി 17 ജനനം. ജാതി വിവേചനത്തിന്റെ പേരിൽ മാർത്തോമാ സഭയോട് വിട പറഞ്ഞു. അധസ്ഥിതരുടെ കൃഷിഭൂമി തിരിച്ചുപിടിക്കുന്നതിനെ ചൊല്ലി 1913 ഉണ്ടായ കൊഴുക്കുച്ചിറ ലഹളയ്ക്കു പരിഹാരമുണ്ടാക്കിയത് ശ്രീകുമാര ഗുരുദേവനാണ്. 1921 ശ്രീകുമാര ഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1939 ജൂലൈ 2 ശ്രീകുമാര ഗുരുദേവൻ അന്തരിച്ചു. അയ്യത്താൻ ഗോപാലൻ 1861 മുതൽ 1948 വരെ ജീവിത കാലഘട്ടം. 1861 മാർച്ച് 3 ജനിച്ചു. അനാചാരങ്ങളോടുള്ള പ്രതിഷേധം സ്വന്തം കുടുംബം മുറിച്ചുകൊണ്ടാണ് ഗോപാലൻ പുറത്തു കാട്ടിയത്. 1897 കോഴിക്കോട് ബ്രഹ്മസമാജം തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. സ്ത്രീ പുരുഷ സമത്വം, മിശ്രവിവാഹം, മിശ്രഭോജനം തുടങ്ങിയവയായിരുന്നു അയ്യത്താൻ ഗോപാലൻ പ്രധാനമായും ഏറ്റെടുത്ത സാമൂഹിക വിഷയങ്ങൾ. സുഗുണവർദ്ധിനി എന്ന സംഘടനയ്ക്ക് അയ്യത്താൻ ഗോപാലൻ രൂപം നൽകി. അയ്യത്താൻ ഗോപാലൻ്റെ സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ച് 1917 ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1948 മെയ് 2 അയ്യത്താൻ ഗോപാലൻ മരണമടഞ്ഞു. വിശുദ്ധ ചാവറയച്ചൻ ജീവിത കാലഘട്ടം 1805 മുതൽ 1871 വരെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ് മുഴുവൻ പേര്. 1805 ഫെബ്രുവരി 10 ആലപ്പുഴ കൈനകരിയിൽ ജനനം. ഇടവകകളിൽ സ്കൂളുകൾ തുറക്കാൻ മടി കാണിച്ചാൽ പള്ളികൾ അടച്ചിടുമെന്ന ചാവറയച്ചൻ്റെ പ്രഖ്യാപനം യാഥാസ്ഥിതികരിൽ എതിർപ്പുണ്ടാക്കി. മതസാമൂഹിക രംഗത്ത് അനവധി സംഭാവനകൾ നൽകിയ ചാവറയച്ചൻ 1871 ജനുവരി 3 ജീവൻ വെടിഞ്ഞു. കോട്ടയം മാന്നാനത്ത് ചാവറയച്ചൻ സെന്റ് ജോസഫ് പ്രസ് 1844 സ്ഥാപിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ നസ്രാണി ദീപിക അച്ചടിച്ചത് അവിടെയാണ്. 1984 ഏപ്രിൽ 7 പോപ്പ് ജോൺ പോൾ II ചാവറയച്ചനെ ദൈവദാസനാക്കി ഉയർത്തി. 1986 വാഴ്ത്തപ്പെട്ടവനായി സഭ പ്രഖ്യാപിച്ചു. പ്രധാന കൃതികളാണ് മാന്നാനം നാളാഗമം, ആത്മാനുതാപം, ധ്യാനസല്ലാപങ്ങൾ. സഹോദരൻ അയ്യപ്പൻ ജീവിത കാലഘട്ടം 1889 മുതൽ 1968 വരെ. നവോത്ഥാന വിപ്ലവകാരി, സാമൂഹിക പരിഷ്കർത്താവ്. ഗാന്ധിസത്തെയും കമ്മ്യൂണിസത്തെയും സ്വാംശീകരിക്കുന്ന നവോത്ഥാന ചിന്തയാണ് അയ്യപ്പൻ്റേത്. 1889 ഓഗസ്റ്റ് 22 എറണാകുളത്ത് ചെറായിയിൽ ജനനം. നാരായണ ഗുരുവുമായുള്ള സമാഗമം ജാതിചിന്തയ്ക്കെതിരെ പൊരുതാൻ കൂടുതൽ ശക്തി നൽകി. 1917 മെയ് 29 ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ച് ജാതികോമരങ്ങളെ വെല്ലുവിളിച്ചു. 1919 മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ പത്രം പുറത്തിറക്കി. തൊഴിലാളി പ്രസ്ഥാനത്തെയും യുക്തിവാദ പ്രസ്ഥാനത്തെയും പിന്തുണച്ച് അദ്ദേഹം 1928 യുക്തിവാദി മാസികയുടെ പത്രാധിപരുമായി. കൊച്ചി നിയമസഭയിൽ ഏറെക്കാലം അംഗമായിരുന്ന സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചിയിലെ ആദ്യ മന്ത്രിസഭയിലും അംഗമായി. മരുമക്കത്തായ തീയ ബിൽ, സിവിൽ മാരേജ് ബിൽ തുടങ്ങിയ അനവധി നിയമങ്ങൾ പ്രാവർത്തികമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. 1968 മാർച്ച് 6 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825 മുതൽ 1874 വരെ ജീവിത കാലഘട്ടം. കളിച്ചേരിൽ വേലായുധൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. അവർണ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാതിരുന്ന കാലത്ത്
സവർണ സ്ത്രീകൾ ധരിക്കുന്ന അച്ചിപ്പുടവ അവരെ ധരിപ്പിക്കാൻ കരുത്തു നൽകിയ ധീരനായിരുന്നു വേലായുധ പണിക്കർ. കേരളത്തിൽ നടന്ന ആദ്യത്തെ പൗരാവകാശ സമര നേതാക്കളിൽ പ്രധാനിയായി വിലയിരുത്തപ്പെടുന്നു. 1874 ഫെബ്രുവരിയിൽ കായംകുളം കായലിൽ വെച്ച് വധിക്കപ്പെട്ടു. കുമ്പളത്ത് ശങ്കുപിള്ള 1898 മുതൽ 1969 വരെ ജീവിത കാലഘട്ടം. സാമൂഹിക വിപ്ലവകാരി, സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാവ്, പന്മന ആശ്രമ സ്ഥാപകൻ. 1898 ഫെബ്രുവരിയിൽ ജനനം. ചട്ടമ്പി സ്വാമികളെ പരിചയപ്പെട്ട ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി. 1925 അധസ്ഥിതരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുമ്പളം നടത്തിയ കുളി വിപ്ലവങ്ങൾ അയിത്ത് നിർമ്മാർജ്ജനത്തിന് ആക്കം കൂട്ടി. 1969 ഏപ്രിൽ 16 കുമ്പളത്ത് ശങ്കുപിള്ള അന്തരിച്ചു. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ കഴിഞ്ഞകാല സ്മരണകൾ. ടി കെ മാധവൻ 1885 മുതൽ 1930 വരെയാണ് ജീവിത കാലഘട്ടം. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന പോരാളി, SNDP നേതാക്കളിൽ പ്രമുഖൻ. 1885 സെപ്റ്റംബർ 2 ജനനം. പൗരസമത്വവാദമായിരുന്നു ടി കെ മാധവന്റെ ജീവിതാദർശം. 1917-18 കാലയളവിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1921 ഗാന്ധിജി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പൗരാവകാശങ്ങളെക്കുറിച്ച് മാധവനുമായി ചർച്ച നടത്തി. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിന് വോളണ്ടിയർ ക്യാപ്റ്റനായി അറസ്റ്റ് വരിച്ചു. 1930 ഏപ്രിൽ 27 ടി കെ മാധവൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ക്ഷേത്രപ്രവേശനം, എൻ്റെ ജയിൽവാസം, ഹരിദാസി വിവർത്തനമാണത്, ഡോക്ടർ പൽപ്പുവിന്റെ ജീവചരിത്രം. കെ പി വള്ളോൺ ജീവിത കാലഘട്ടം 1894 മുതൽ 1940 വരെ. കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവ്. 1894 ജനുവരി 2 കൊച്ചിയിൽ ജനനം. പുലയ സമുദായം അനുഭവിക്കുന്ന ജാതീയമായ പീഡനങ്ങൾക്കെതിരെ നവോത്ഥാനത്തെ സജ്ജമാക്കിയ വിപ്ലവകാരിയായിരുന്നു വള്ളോൻ. 1936 എറണാകുളത്ത് നിന്ന് അധകൃതൻ എന്ന പേരിൽ മാസിക തുടങ്ങി. അതേ വർഷം ഹരിജൻ എന്ന മറ്റൊരു മാസികയും ആരംഭിച്ചു. ഹരിജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രസംഗ പരിപാടികൾക്ക് യാഥാസ്ഥിതികർ തടയിടുമ്പോൾ കായലിനു നടുവിൽ പോയി വള്ളത്തിൽ നിന്ന് വള്ളോൻ പ്രസംഗിക്കുമായിരുന്നു. കൊച്ചി പുലയർ മഹാസഭയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1931-40 കാലയളവിൽ കൊച്ചി നിയമസഭാംഗമായിരുന്നു. 1938 ദളിത് വിദ്യാർത്ഥികൾക്കു വേണ്ടി ഹോസ്റ്റൽ സ്ഥാപിച്ചു. 1940 ഏപ്രിൽ 14 വസൂരി ബാധിച്ച് വള്ളോൺ മരണമടഞ്ഞു. ആഗമാനന്ദ സ്വാമികൾ ജീവിത കാലഘട്ടം 1896 മുതൽ 1961 വരെ. ആത്മീയ വിപ്ലവകാരി, പ്രഭാഷകൻ. കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു പേര്. 1896 ഏപ്രിൽ 17 പന്മനയിൽ ജനനം. ആഗമാനന്ദ സ്വാമികൾ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഹിന്ദുമത പ്രസംഗ പരമ്പരകൾ തുടങ്ങിവെച്ചത് ആഗമാനന്ദ സ്വാമികളായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി മധ്യ തിരുവിതാംകൂർ മലയാള ബ്രാഹ്മണ സമാജം സ്ഥാപിച്ചു. 1931 തൃശ്ശൂരിൽ ആശ്രമം സ്ഥാപിച്ചു. 1937 കാലടിയിൽ ആശ്രമം സ്ഥാപിച്ചു. ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രബുദ്ധ കേരളം മാസികയുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷ പ്രചരിപ്പിക്കുന്നതിൽ ആജീവനാന്തം ശ്രദ്ധാലുവായിരുന്നു. 1961 ഏപ്രിൽ 17 സമാധി അടഞ്ഞു. വി ടി ഭട്ടതിരിപ്പാട് 1896 മുതൽ 1982 വരെ ജീവിത കാലഘട്ടം. യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തെ ചോദ്യം ചെയ്ത വിപ്ലവകാരി. വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് പൂർണ്ണ നാമധേയം. 1896 മാർച്ച് 24 അങ്കമാലിക്കടുത്ത് ജനനം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതി അവതരിപ്പിച്ചു. 1935 MRBക്കൊപ്പം ചേർന്ന് വിധവാ വിവാഹത്തിനു തുടക്കമിട്ടു. ഉണ്ണി നമ്പൂതിരി, ഉദ്ബുദ്ധ കേരളം, പാശുപതം, വിദ്യാർത്ഥി എന്നീ ആനുകാലികങ്ങളുടെ പത്രാധിപരായും വി ടി ഭട്ടതിരിപ്പാട് പ്രവർത്തിച്ചു. തൃശ്ശൂരിലെ ബ്രാഹ്മണ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പണം സമ്പാദിക്കാനായി യാചനായാത്ര നടത്തി. നമ്പൂതിരി സ്ത്രീകൾ നടത്തിയ ഘോഷാബഹിഷ്കരണം വി ടി പ്രസംഗിച്ച വേദിയിലാണു നടന്നത്. 1982 ഫെബ്രുവരി 12 അന്തരിച്ചു. പ്രധാന കൃതികൾ: രജനീരംഗം, കണ്ണീരും കിനാവും, വെടിവട്ടം, കാലത്തിന്റെ സാക്ഷി. ഡോക്ടർ പി. പൽപ്പു 1863 മുതൽ 1950 വരെ ജീവിത കാലഘട്ടം. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു.
തിരുവനന്തപുരത്ത് പേട്ടയിൽ 1863 നവംബർ 2 ജനനം. മൈസൂർ കൊട്ടാരത്തിൽ വെച്ച് സ്വാമി വിവേകാനന്ദരിൽ നിന്നു കിട്ടിയ ഉപദേശം 1903 SNDP യോഗം സ്ഥാപിക്കുന്നതിന് നിമിത്തമായി. 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ എന്നിവയിൽ പൽപ്പു സജീവ പങ്കാളിയായിരുന്നു. 1950 ജനുവരി 25 ഡോക്ടർ പൽപ്പു അന്തരിച്ചു. മന്നത്ത് പത്മനാഭൻ 1878 മുതൽ 1970 വരെ ജീവിത കാലഘട്ടം. NSS സ്ഥാപക നേതാവ്, സാമൂഹിക വിപ്ലവകാരി, കേരളം കണ്ട മികച്ച പ്രഭാഷകരിലൊരാൾ. 1878 ജനുവരി 2 പെരുന്നയിൽ ജനനം. നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശുദ്ധീകരണ വിപ്ലവമാണ് മന്നം നടത്തിയത്. 1929 ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പ്രധാനിയായി മന്നം നടത്തിയ സവർണജാഥ പ്രസിദ്ധമാണ്. 1947 തിരുവിതാംകൂർ ദിവാനെതിരെ സമരം നടത്തിയതിന് ജയിലിലായി. 1949 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. 1959 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1959 ഭാരത കേസരി സ്ഥാനവും 1966 പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചു. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ അന്തരിച്ചു. തപസി ഓമൽ 1820 മുതൽ 1908 വരെ ജീവിത കാലഘട്ടം. അധസ്ഥിതർക്കു വേണ്ടി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സന്യാസി. 1870 പത്തനംതിട്ട ജില്ലയിലെ കുറിയന്നൂർ മയിലാടുംപാറയിലാണ് തപസി ഓമൽ ശിവനെ പ്രതിഷ്ഠിച്ചത്. 1820 ആലപ്പുഴ കുട്ടനാട്ടിൽ ഓമൽ ജനിച്ചു. 1909 ജൂലൈ 3 സമാധിയായി. മയിലാടുംപാറയിൽ തന്നെയാണ് ഓമലിൻ്റെ സമാധിപീഠം. വിദ്വാൻ കുട്ടി 1835 മുതൽ 1887 വരെ ജീവിത കാലഘട്ടം. വേദാന്ത ശാസ്ത്രവും ക്രൈസ്തവ ദർശനവും സമന്വയിപ്പിച്ച നവോത്ഥാന ചിന്തകൻ. യൂയോ മതത്തിൻ്റെ സ്ഥാപകൻ. 1835 സെപ്റ്റംബർ 4 പാലക്കാട് മഞ്ഞപ്പുറ ഗ്രാമത്തിൽ ജനിച്ചു. യഥാർത്ഥ പേര് രാമയ്യർ. 14-ാമത്തെ വയസ്സിൽ ആയില്യം തിരുനാൾ മഹാരാജാവ് സാന്ദർഭികമായി നൽകിയ വിദ്വാൻകുട്ടി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. യൂയോ മതത്തിൻ്റെ വേദപുസ്തകമാണ് നിത്യാക്ഷരങ്ങൾ. യൂയോ മതത്തിന് സ്വന്തമായി ലിപിയും ഭാഷയുമുണ്ട്. യൂയോ മതത്തിലെ നാഥന്മാർ ബോധകർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1887 ഡിസംബർ 9 കരുനാഗപ്പള്ളിയിൽ വെച്ച് വിദ്വാൻകുട്ടി അന്തരിച്ചു. വടേശ്വരത്ത് കുമാരസ്വാമികൾ 1780 മുതൽ 1844 വരെ ജീവിത കാലഘട്ടം. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ അധ്യാപകരായിരുന്ന ഊരാച്ചേരി ഗുരുക്കന്മാരുടെ ഗുരുവായിരുന്നു വടേശ്വരത്ത് കുമാരസ്വാമികൾ. അവർണർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ബ്രാഹ്മണ പുരോഹിതനായിരുന്ന കുമാരസ്വാമികൾ ഊരാച്ചേരിയിലെ ബാലന്മാർക്ക് വിദ്യാഭ്യാസം നൽകിയാണ് വിപ്ലവം നടത്തിയത്. അദ്ദേഹം അയിത്തത്തെ നിരാകരിക്കുകയും കണ്ണൂർ ചൊക്ലിയിൽ മുതൂർ തറവാട്ടുകാർ സ്ഥാപിച്ച പാഠശാലയിൽ അയിത്ത ജാതിക്കാരെ പഠിപ്പിക്കുകയും ചെയ്തു. ശാമിനാഥ ദേശികൻ്റെ ശിഷ്യനായിരുന്ന കുമാരസ്വാമികൾ അക്കാലത്തെ എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിന് മുന്നിട്ടിറങ്ങിയത്. ഊരാച്ചേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ, ഊരാച്ചേരി ഒതേനൻ ഗുരുക്കൾ എന്നിവരാണ് കുമാരസ്വാമികളുടെ പ്രസിദ്ധരായ ശിഷ്യന്മാർ. കുമാരഗുരുവിനെക്കുറിച്ച് ഒതേനൻ ഗുരുക്കൾ വന്ദന ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. വക്കം മൗലവി കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനും പൊതുസമൂഹത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ സമുദായ പരിഷ്കർത്താവ് കൂടിയാണ്. സ്വദേശാഭിമാനി പത്രമുടമ വക്കം മൗലവി എന്നറിയപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിൽ 1873 ജനിച്ച അബ്ദുൽ ഖാദർ മലയാളം കൂടാതെ അറബി, ഉർദു, തമിഴ്, സംസ്കൃതം, ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളും അഭ്യസിച്ചിരുന്നു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടിച്ച് ശക്തനാകാനും അദ്ദേഹം മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടു. മണപ്പാട് കുഞ്ഞു മുഹമ്മദ് ഹാജി മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസ അനാചാരങ്ങളെ എതിർത്ത് സമുദായത്തെ പുരോഗതിയുടെ പാതയിലൂടെ നയിക്കാൻ 1922 ഏപ്രിൽ 24 സീതി മുഹമ്മദ് സാഹിബ് പ്രസിഡന്റും മണപ്പാട് കുഞ്ഞു മുഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറിയുമായി മുസ്ലിം ഐക്യസംഘം രൂപീകൃതമായി. വിദ്യാഭ്യാസമടക്കമുള്ള മേഖലകളിൽ മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇത്രയും പേരാണ് കേരളത്തിൻ്റെ പ്രമുഖ നവോത്ഥാന നായകന്മാർ.
ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അത് നല്ലതായാലും മോശമായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രോത്സാഹനമാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനൽ നിങ്ങൾ അറിയുന്നവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനും മറക്കരുതേ.